നിങ്ങളെ കൂടി അറിയിക്കുവാനും അത് നിങ്ങളിലൂടെ വോട്ടർമാരുടെ ഇടയിൽ എത്തിച്ചേരുന്നതിന് വേണ്ടിയാണ് ഈ പത്രസമ്മേളനം ഞാൻ വിളിച്ചിട്ടുള്ളത്. 18ാം ലോകസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള വോട്ടർ പട്ടിക, ആ വോട്ടർ പട്ടികയിൽ വളരെയധികം ക്രമക്കേടുകൾ കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ക്രമക്കേടുകൾ കണ്ടെത്തുവാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അതിന് അനുസൃതമായ മറ്റു പ്രവർത്തനങ്ങളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. മൊത്തത്തിൽ 13,66,049 വോട്ടർമാരാണ് ആറ്റിങ്ങൽ പാർലമെന്റ് നിയോജകമണ്ഡലത്തിലുള്ളത്. അതിൽ തന്നെയാണ് ഏറ്റവും അവസാനമായി പറഞ്ഞിട്ടുള്ള വോട്ടർ പട്ടികയിലെ വ്യത്യാസമനുസരിച്ച് 1,64,006 വോട്ടുകൾ ഇരട്ടിപ്പായി വന്നിട്ടുണ്ട്. 1,64,006 വോട്ടുകളാണ് ഇരട്ടിപ്പായി വന്നിട്ടുള്ളത്. അതായത് ഒരു വോട്ടർക്ക് തന്നെ അതേ മണ്ഡലത്തിലോ അല്ലെങ്കിൽ സമീപ മണ്ഡലത്തിലോ ഓരോ ബൂത്തിലോ വ്യത്യസ്തങ്ങളായ ബൂത്തുകളിലോ ആയി ഒന്നിൽ കൂടുതൽ വോട്ടുകൾ ഉള്ളതായി കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുകയാണ്. 1,64,000 വോട്ടുകൾ ഒരേ ബൂത്തിൽ തന്നെ, ഒരേ ആൾക്ക് തന്നെ ഒരേ ബൂത്തിൽ തന്നെ 2 വോട്ടുകളുള്ളവരുണ്ട്. തൊട്ടടുത്ത മണ്ഡലത്തിൽ അവർക്ക് തന്നെ വീണ്ടും വോട്ടുകൾ ചേർത്തിട്ടുണ്ട്. അതാണ് ഞാനിവിടെ വിശദീകരിക്കുന്നത്. അതിന്റെ പ്രിന്റ് ഔട്ട് ഞാൻ തരുന്നുണ്ട്. നിങ്ങൾക്കും ആ കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കാനുള്ള അവസരം കിട്ടും. ഈ കഴിഞ്ഞ പ്രാവശ്യം 17ാം ലോകസഭയിലേക്ക് ഞാൻ മത്സരിക്കുന്ന സമയത്ത് അന്ന് കണ്ടെത്തിയ വോട്ടുകൾ എന്ന് പറയുന്നത് 1,12,000 വോട്ടുകളായിരുന്നു. ഡബിൾ വോട്ട് ഉണ്ട് എന്ന് ഞാൻ പത്രസമ്മേളനത്തിലൂടെ ഇവിടെ പറഞ്ഞത്. നിങ്ങൾ അതിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾക്ക് നിങ്ങൾക്കും അത് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അന്ന് ഒരു ആക്ഷേപം ഞാൻ ഉന്നയിച്ചപ്പോൾ ആ ആക്ഷേപം പറയുന്നതനുസരിച്ച് ഇത് ശരിയോ തെറ്റോ എന്നുള്ളതിനെ കുറിച്ച് ബന്ധപ്പെട്ട അന്നത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസർക്കും അതുകൂടാതെ തന്നെ പത്രസമ്മേളനത്തിന് ശേഷം സെൻട്രൽ ഇലക്ഷൻ കമ്മീഷണർക്കും അന്ന് പരാതി നൽകുകയുണ്ടായി. ആ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ അത് പരിശോധനയ്ക്ക് ശേഷം ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തി സ്ഥാനാർത്ഥി പറഞ്ഞ കാര്യം ശരിയാണ്, അതുകൊണ്ട് കള്ള വോട്ടുകൾ ചെയ്യാൻ അനുവദിക്കാൻ പാടില്ല എന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകമായ നിർദ്ദേശം ചീഫ് ഇലക്ഷൻ കമ്മീഷണറിൽ നിന്നും ലഭിക്കുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് 58,000-ത്തിലധികം വോട്ടുകൾ കഴിഞ്ഞ പ്രാവശ്യം ഡബിൾ വോട്ട് ചെയ്യേണ്ട ആളുകൾക്ക് വന്ന് ചെയ്യാൻ കഴിയാതെ. അപ്പൊ ഈ പ്രാവശ്യം വന്നത് 1,12,000 വോട്ടുകൾ എന്ന് പറയുന്ന സ്ഥാനത്താണ് 1,72,000 വോട്ടുകൾ ഉണ്ട് എന്ന് ഞാൻ ആക്ഷേപം ഉന്നയിച്ചിട്ടുള്ളത്. ആക്ഷേപം ഉന്നയിച്ചു എന്ന് പറയുമ്പോൾ വെറുതെ ഒരു ആക്ഷേപം പറയുന്നതല്ല. റിക്കാർഡിക്കലായി പല കാര്യങ്ങളും പരിശോധനയിലൂടെ നിങ്ങൾക്ക് കൂടി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ തുറന്ന് കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൂടാതെ ഞാന് ഈ 18ാം ലോകസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ വോട്ടുകളുടെ ഇരട്ടിപ്പുണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞതനുസരിച്ച് ഞാൻ അതിന്റെ പരാതികൾ ചീഫ് ഇലക്ടറൽ ഓഫീസർക്കും അതുകൂടാതെ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷണർക്കും പരാതി നൽകുകയുണ്ടായി. ആ പരാതി നൽകിയതനുസരിച്ച് വർക്കലയിൽ
മൊത്തം വോട്ടർമാർ 1,83,821 വോട്ടുകളാണുള്ളത്. 1,83,821 വോട്ടുകൾ. അതിൽ 23,728 പേർക്ക് ഡ്യൂപ്ലിക്കേറ്റ് വോട്ടുകൾ അവിടെയുണ്ട്. വർക്കലയിൽ. ആറ്റിങ്ങൽ 2,174,000 വോട്ടുകൾ മൊത്തത്തിൽ. അതിൽ 29,590 വോട്ടുകൾ ഡബിൾ വോട്ടിംഗാണ്. വീണ്ടും ആവർത്തിക്കണം. ആറ്റിങ്ങൽ മൊത്തത്തിൽ വോട്ടർമാരുടെ എണ്ണം 2,174,000. ഡ്യൂപ്ലിക്കേറ്റ് വോട്ട് വന്നിട്ടുള്ളത് 29,590 വോട്ടുകളാണ്. ചിറയൻകീഴ് 1,97,750 വോട്ടുകൾ മൊത്തത്തിലുണ്ട്. അതിൽ 26,938 വോട്ടുകൾ ഡബിൾ വോട്ടിംഗ് ആയി വന്നിട്ടുണ്ട്. നെടുമങ്ങാട് 2,06,214 വോട്ടുകൾ. അതിൽ 20,461 വോട്ടുകൾ ഡബിൾ വോട്ടിംഗ് ആയി വന്നിട്ടുണ്ട്. വാമനപുരം 1,97,209 വോട്ടുകളാണ് മൊത്തത്തിലുള്ളത്. അതിൽ 20,472 വോട്ടുകൾ ഡബിൾ വോട്ടിംഗ് ആയി വന്നിട്ടുണ്ട്. അരുവിക്കര 1,90,878 അവിടെ വോട്ടുകൾ. അതിൽ 18,775 വോട്ടുകൾ ഡബിൾ വോട്ടിംഗ് ആയി വന്നിട്ടുണ്ട്. കാട്ടാക്കട 1,90,003 വോട്ടുകളാണ്. അതിൽ 24,042 വോട്ടുകളാണ് ഡബിൾ വോട്ടിംഗ് എന്നുള്ള നിലയിൽ വന്നിട്ടുള്ളത്. ഞാൻ ഈ പറഞ്ഞ വോട്ടുകളുടെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ആദ്യം ഉന്നയിച്ച വാദം 1,72,000-ലധികം വോട്ടുകൾ ഡബിൾ വോട്ട് ഉണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ അന്ന് ഞാൻ പരാതി സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ ഇതിനിടയ്ക്ക് എന്നോട് അവിടെ കളക്ടറേറ്റിൽ എത്തുകയാണെങ്കിൽ അവിടെ അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് അറിയിക്കാം എന്ന് എന്നോട് പറയുകയുണ്ടായി. അതനുസരിച്ച് ഞാൻ അവിടെ പോവുകയും പോയ അവസരത്തിൽ അദ്ദേഹം പ്രസന്റേഷൻ നടത്തി. ആ പ്രസന്റേഷൻ നടത്തിയതിനകത്ത് 32,000-ലധികം വോട്ടുകൾ മാറ്റിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിൽ 21,016 വോട്ടുകൾ മരണപ്പെട്ടവരുടേതാണ്. പെർമനന്റായി ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളത് 6,232 ആണ്. റെപ്പറ്റീഷൻ വന്നിട്ടുള്ളത് 2,773 വോട്ടുകൾ മാത്രമാണ്. അതേ സ്ഥാനം അത് ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് റിപ്പോർട്ട് ചെയ്യാൻ പോവുകയാണ് എന്നാണ് ജില്ലാ കളക്ടർ അന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ ചീഫ് ഇലക്ഷൻ ഓഫീസർ അദ്ദേഹം ഈ അടുത്ത സമയത്ത് ഒരു പത്രസമ്മേളനം നടത്തി. ഞാൻ മാധ്യമത്തിലൂടെ വായിച്ചൊരു വാർത്തയാണ്. 389 വോട്ടുകൾ മാത്രമേ 389 വോട്ടുകൾ മാത്രമാണ് അതിനകത്ത് ഡബിൾ വോട്ടിംഗ് ആയി വന്നിട്ടുള്ളത് എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. ഞാൻ അദ്ദേഹത്തിന്റെ വാദത്തെ ഒന്നും ഖണ്ഡിക്കാൻ വേണ്ടിയല്ല ഇവിടെ നിൽക്കുന്നത്. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് ജനാധിപത്യ വ്യവസ്ഥിതി അനുസരിച്ച് ആളുകൾക്ക് അവരുടെ ഒരു അവകാശം. ആ അവകാശം എന്ന് പറയുന്നത് ജനാധിപത്യ വ്യവസ്ഥിതി അനുസരിച്ച് ഏതൊരു വോട്ടർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. ആ വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് എന്ന് പറയുമ്പോഴും അത് കള്ള വോട്ടിലൂടെ ചതിക്കുഴിയിലൂടെ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ഇന്ന് മുമ്പോട്ട് പോകുന്നു എന്നുള്ള ഒരു കാര്യം നിങ്ങളിലൂടെ ജനങ്ങളെ അറിയിക്കുവാൻ വേണ്ടിയാണ് ഈ പത്രസമ്മേളനം തന്നെ ഞാൻ വെച്ചിട്ടുള്ളത്. അത് നിങ്ങളിലൂടെ അറിയിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ നന്നായി ബോധ്യപ്പെടാൻ കഴിയും.
ഇപ്പോ ഇവിടുത്തെ മൊത്തം വോട്ടർമാരുടെ കണക്കെടുത്തുകൊണ്ട് ഇത് പരിശോധിച്ചാൽ 8.32% ഇരട്ട വോട്ടുകളായി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഇരട്ട വോട്ടുകൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ നെടുവങ്ങാടുള്ള ഒരാളിന് ആറ്റിങ്ങൽ വോട്ട് കാണും, ആറ്റിങ്ങലുള്ള ഒരാളിന് നെടുവങ്ങാട് വീണ്ടും വോട്ട് കാണും, അതുപോലെ തന്നെ വർക്കലയിലുള്ള ആളിന് ആറ്റിങ്ങൽ വോട്ട് കാണും. ഇങ്ങനെ വ്യാപകമായ ക്രമക്കേടുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാനിവിടെ മത്സരിക്കുന്ന സമയത്ത് അന്ന്, അതുകൊണ്ടാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് 58,000-ലധികം വോട്ടുകൾ അന്ന് ചെയ്യാൻ കഴിയാതെ പോയി എന്നുള്ളത് ഒരു വസ്തുതാപരമായ കാര്യമാണ്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ കാര്യങ്ങൾക്ക് വളരെയധികം സ്ട്രെയിൻ എടുത്തുകൊണ്ട് വോട്ടർ പട്ടിക പരിശോധിച്ചുകൊണ്ട് ആ വോട്ടർ പട്ടികയിൽ ഇരട്ട വോട്ട് വന്നിട്ടുള്ള ഓരോ മേഖലയും കണ്ടെത്തി ആ ഇരട്ട വോട്ടുകൾ ഇന്ന ബൂത്തുകൾ ഉണ്ട് എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ തന്നെ ബൂത്തിൽ ഇരിക്കുന്ന ഞങ്ങളുടെ പ്രതിനിധിയും അതുകൂടാതെ അവിടെ ഇലക്ഷന്റെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥർക്കും ഞങ്ങളിത് വിതരണം ചെയ്തിരുന്നു. ഇത്ര വോട്ടുകൾ ഇവിടെ കള്ളവോട്ട് നടക്കാൻ സാധ്യതയുണ്ട്, അത് ആളുകളുടെ പേരും കാണിച്ചുകൊണ്ടാണ് അത് ഞങ്ങളന്ന് ഈ കാര്യങ്ങൾ ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് 58,000 വോട്ടുകൾ ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് ഞാൻ പറയുന്നു. ഏതായാലും ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇനിയിപ്പോ കരട് വോട്ടർ പട്ടിക ആണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. നാളെ ഇപ്പോ ഫൈനൽ വോട്ടർ പട്ടിക ഇറങ്ങാൻ പോവുകയാണ്. ആ ഫൈനൽ വോട്ടർ പട്ടിക ഇറങ്ങുന്ന സമയത്ത് വ്യാപകമായി എത്രമാത്രം ആളുകളെ ചേർക്കുവാൻ കഴിയുമോ എന്ന് വെച്ചാൽ അത്രയും ആളുകളെ ചേർക്കുന്നതിന് വേണ്ടിയുള്ള ഏർപ്പാടുകൾ ഇന്ന് ഈ തെരഞ്ഞെടുപ്പിന്റെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ നടത്തിയിട്ടുണ്ട്. ആ അത്തരത്തിൽ നടത്തിയിട്ടുള്ള ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഈ കാര്യങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് നിഷേധാത്മകമായ നിലപാടുകളാണ് സ്വീകരിച്ചിട്ടുള്ളത്. ആ നിലപാടുകൾ സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾ പലപ്പോഴും പല ആളുകളുമായി ബന്ധപ്പെടുന്ന അവസരത്തിൽ ചില ആളുകൾ പറയുന്നത് സർക്കാരിൽ നിന്നും ഞങ്ങൾക്ക് പ്രത്യേക നിർദ്ദേശം വന്നിട്ടുള്ളത്, ആ നിർദ്ദേശം വാക്കാലുള്ള നിർദ്ദേശം മാത്രമാണ്. സർക്കാർ വാക്കാൽ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം ഒരാളിനെ പോലും വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശമാണ് സർക്കാർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സർക്കാരിനൊരു ഗൂഢ ഉദ്ദേശ ലക്ഷ്യമുണ്ട്. ആറ്റിങ്ങൽ പാർലമെന്റ് നിയോജകമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഇത് തിരിച്ചുപിടിക്കാൻ കഴിയുമോ എന്ന് അവർ ആലോചിക്കുന്നതിന്റെ ഭാഗമാണ് ഈ ഉദ്യോഗസ്ഥന്മാരെ മുൻനിർത്തിക്കൊണ്ട് ഈ 1,72,000 ഉണ്ട് എന്ന് പറഞ്ഞതിനകത്ത് ഇപ്പൊ 1,64,000 വോട്ടുകൾ ഉണ്ടായിരിക്കുന്നു എന്ന് പറയുന്നത്. ഞങ്ങള് ഈ പരാതി കൊടുത്തതിന് ശേഷം ഇതിന്റെ സോഫ്റ്റ് കോപ്പി ആവശ്യപ്പെട്ടു. ആ സോഫ്റ്റ് കോപ്പി ആവശ്യപ്പെട്ടപ്പോൾ അത് തരാൻ പറ്റില്ല എന്നുള്ള ഒരു വാക്കാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അത് തരാൻ പറ്റില്ല സോഫ്റ്റ് കോപ്പി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ സോഫ്റ്റ് കോപ്പി ഉണ്ടെങ്കിൽ വളരെ വേഗത്തിൽ ഇതെല്ലാം കണ്ടുപിടിച്ച് എവിടെയൊക്കെയാണ് വോട്ടുകൾ ഡബിൾ വോട്ടിംഗ് വന്നിട്ടുള്ളത് എന്ന് കണ്ടെത്താനുള്ള അവസരം ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുമായിരുന്നു. പക്ഷെ അത് നിഷേധിച്ചു. അത് നിഷേധിച്ചു, ഗവൺമെന്റ് നിഷേധിച്ചു. എങ്കിലും ഞങ്ങൾ അതിലേക്ക് കാര്യങ്ങൾ പോകാതെ തന്നെ ഇവിടെയുള്ള ഹാർഡ് കോപ്പി അടിച്ചുകൊണ്ട് അതിനകത്ത് തന്നെ ഈ കള്ളവോട്ടുകൾ വന്നിട്ടുള്ള ഓരോ പ്രദേശത്തെക്കുറിച്ചും അത് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഇന്ന് ഈ പത്രസമ്മേളനം ഞാനിവിടെ വെച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, ഇതിനകത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം ഉള്ളത്, കഴിഞ്ഞ പ്രാവശ്യം ഈ വോട്ടുകൾ കള്ളവോട്ട് ചെയ്യാൻ വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിന് നടപടികൾ സ്വീകരിക്കണമെന്ന് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ നിർദ്ദേശം കിട്ടുകയുണ്ടായി. അതനുസരിച്ച് ജില്ലാ കളക്ടർ ആ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞു, ആരെങ്കിലും കള്ളവോട്ട് ചെയ്യാൻ വരുന്നു എങ്കിൽ
അവർക്കെതിരെ നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും എന്ന് അന്ന് പ്രഖ്യാപിച്ചു. ആ നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിന് ഇപ്പോഴത്തെ ഭരണാധികാരി എന്ന് പറയുമ്പോൾ ഈ ചീഫ് ഇലക്ടറൽ ഓഫീസർ എന്നുള്ളതിനെ ജില്ലാ കളക്ടറും അതുപോലെ തന്നെ ചീഫ് ഇലക്ടറൽ ഓഫീസറും മറ്റും ഇത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹം തന്നെ 389 വോട്ടുകൾ മാത്രമാണ് ഇതിനകത്ത് ഡബിൾ വോട്ട് ഉള്ളത് എന്ന് പറഞ്ഞത് എന്തിന്റെ അർത്ഥത്തിലാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിന് തെറ്റുപറ്റിയതാണോ അതോ മനഃപൂർവ്വമായി പറഞ്ഞിട്ടുള്ളതാണോ എന്നതിനെ കുറിച്ച് ഒരു ചെറിയ സംശയം ഇപ്പോഴും എന്റെ മനസ്സിലത്തെ സ്ഥാനാർത്ഥി ആകാൻ പോകുന്ന ഒരാളെന്നുള്ളത്. ഇപ്പോൾ ഞാൻ നോമിനേഷൻ കൊടുത്തിട്ടില്ല എങ്കിലും നാളെ നോമിനേഷൻ കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ട് ഒരു സ്ഥാനാർത്ഥിയാകാൻ പോകുന്ന ആൾ എന്നുള്ള നിലയിൽ എന്റെ ആശങ്ക ഞാൻ പുറത്ത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം പിന്നെ പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് എന്റെ എതിർ സ്ഥാനാർത്ഥികൾ വലിയ വികാരപരമായി പ്രകടിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോഴത്തെ ഇത് കണ്ടെത്താൻ ഡബിൾ വോട്ടിങ്ങും മറ്റും കണ്ടെത്താനുള്ള വളരെ ആധുനികമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് ഇന്ത്യ ഗവൺമെന്റ്. ആ ഇന്ത്യ ഗവൺമെന്റ് ഒരുക്കിയിട്ടുള്ള ആധുനികമായ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്, ഇപ്പൊ തന്നെ കളക്ടർ 22,000-ലധികം ആളുകൾ മരണപ്പെട്ടവരുണ്ട്, അവരെ ഞങ്ങൾ ഒഴിവാക്കി. ഇത് ഒഴിവാക്കാൻ എത്രയോ നാളുകൾ ഉണ്ടായിരുന്നു. കാരണം ഒരാള് മരണപ്പെട്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പുതിയതായി ജനിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്യണം, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി രജിസ്റ്റർ ചെയ്യണം. ആ രജിസ്ട്രേഷൻ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ ഇതിനകത്ത് പൂർണ്ണമായി ഒഴിവാക്കണമല്ലോ. ഇപ്പൊ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, മരണപ്പെട്ടവർക്കും 5 വർഷം കഴിയുന്നുണ്ടേ വളരെ സ്വതന്ത്രമായി വന്ന് വോട്ട് ചെയ്യാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കുകയാണ് എന്ന സത്യാവസ്ഥ നിങ്ങൾ കൂടി അറിഞ്ഞിരിക്കണം. അത് ഞാൻ പറഞ്ഞത് മരണപ്പെട്ടവർക്ക് ഇപ്പൊ ഏതായാലും 22,000 എങ്കിലും മാറ്റാൻ ഇപ്പോ ഒരു അവസരം ഉണ്ടായിരിക്കുന്നു. 21,016 വോട്ടുകൾ മാറ്റാൻ അവസരം ഉണ്ടായിരിക്കുന്നു എന്ന് കളക്ടർ തന്നെ പറഞ്ഞപ്പോ എത്രയോ ആളുകൾ കോവിഡ് മൂലം മരണപ്പെട്ടു, അതിനുശേഷം എത്രയോ ആളുകൾ മരണപ്പെട്ടു. ഇത്തരം ആളുകളെ ഒക്കെ മാറ്റി നിർത്താനുള്ള അവസരം തീർച്ചയായിട്ടുമുണ്ട്. പക്ഷെ ഇതിനകത്ത് ഉള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം, എനിക്ക് ഡബിൾ വോട്ട് ഉണ്ട് എങ്കിൽ എന്റെ വോട്ട് 2 വരുന്നു എങ്കിൽ, 2 പഞ്ചായത്തിൽ വരുന്നു എങ്കിൽ എങ്ങനെ എന്റെ വോട്ട് 2ാമത്തെ പഞ്ചായത്തിൽ വരുന്നു? അതിന് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ആരാണ്? അതിന് ചുക്കാൻ പിടിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ആരാണ്? അവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണം. ആ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവും, കോഴിക്കോട് ഒരു ഇലക്ടറൽ ഓഫീസറാണെന്ന് തോന്നുന്നു, കോഴിക്കോട് ഒരു സംഭവം ഉണ്ടായി. ആരെ വോട്ട് ഒഴിവാക്കാതെ നടപടികളുമായി മുമ്പോട്ട് പോയ അവസരത്തിൽ അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടായി എന്ന് മാധ്യമങ്ങളിലൂടെ കാണാൻ കഴിഞ്ഞ ഒരു കാര്യമാണ്. ഇവിടെയും ഈ കാര്യത്തിൽ ഒരു ശക്തമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകണം എന്നുള്ളത് കൊണ്ടാണ് ഈ പത്രസമ്മേളനം ഞാനിവിടെ നടത്താൻ തീരുമാനം എടുത്തത് തന്നെ. ഇതിനകത്ത് എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ നാളെയാണ് വോട്ടേഴ്സ് ലിസ്റ്റ് പുതിയതായി പ്രഖ്യാപിക്കാൻ പോകുന്നത്. ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റ് വരാൻ പോകും. അപ്പൊ ഈ കള്ള വോട്ട് ചെയ്യാൻ വരുന്നവർക്കെതിരെ നിയമാനുസരണമുള്ള നടപടികൾ നടപ്പാക്കണം എന്നുള്ളത് ഒരു സ്ഥാനാർത്ഥിയാകാൻ പോകുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ ആവശ്യപ്പെടുകയാണ്. എന്റെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം അതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായതുപോലെ തന്നെ ഈ ആവശ്യവും ഞാൻ ഉന്നയിക്കുന്നു. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ വെരിഫൈ ചെയ്യണം എങ്കിൽ ഓരോ സ്ഥലത്തെക്കുറിച്ചുമുള്ള വോട്ടേഴ്സ് ലിസ്റ്റ് മൊത്തത്തിലല്ല എങ്കിലും ഞങ്ങൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വോട്ടേഴ്സ് ലിസ്റ്റ് ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഈ കാണുന്നത്, ഇതിനകത്ത് ഇപ്പൊ കാണുന്ന ഈ വോട്ട്
ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ എവിടെയാണ് രണ്ടാമത് വന്നിട്ടുള്ളത് എന്ന് വ്യക്തമാക്കുന്ന ഒരു രേഖയാണ്. ഇതിപ്പോ നെടുമങ്ങാട് മണ്ഡലത്തിലെയാണ്. അത് ആ നെടുമങ്ങാട് മണ്ഡലത്തിലെ തന്നെ എടുത്ത് നോക്കുമ്പോൾ അഭിജിത്ത് വോട്ടേഴ്സ് ലിസ്റ്റാണ്, ഇപ്പോഴത്തെ വോട്ടേഴ്സ് ലിസ്റ്റാണ്. നിങ്ങൾക്ക് അതേ അഭിജിത്ത് തന്നെ ഇപ്പുറത്തെ പേജിലുണ്ട്. അങ്ങനെ 100 കണക്കിന് ആളുകളുടെ പേരുകൾ ഞങ്ങൾ തൽക്കാലം തയ്യാറാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ളത് ഇനിയും ഞങ്ങൾ തയ്യാറാക്കും എന്നുകൂടി അറിയിക്കുകയാണ്. അഭിജിത്തിന്റെ മാത്രമല്ല, ഇപ്പൊ ഇവിടെ അശ്വതിയുടെ പേര് 2 ഇടത്ത് കിടക്കുകയാണ്. ഒരേ പിന്നെ ഈ ഒരു ബൂത്തിൽ തന്നെ 2 ഇടത്തായി കിടക്കുന്നു. ഒരേ ആള് തന്നെ, അതിന് ചിത്രവുമുണ്ട്. അങ്ങനെയുള്ളതാണ് ഞങ്ങളിപ്പോ തയ്യാറാക്കിയിട്ടുള്ളത്. അത് തയ്യാറാക്കി നിങ്ങൾക്ക് പരിശോധിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് തരാൻ തയ്യാറാണ് എന്നുകൂടി ഈ അവസരത്തിൽ അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ പരിശോധന നടത്താൻ പറ്റുന്നതാണ്. ബാക്കിയുള്ളത് പിന്നാലെ കാണാം എന്ന് മാത്രമേ ഇപ്പൊ തൽക്കാലം പറയുന്നുള്ളൂ. എന്തായാലും ഇത് വ്യാപകമായ ഒരു ഗുരുതരമായ ഒരു വീഴ്ചയാണ്. അത് ഇലക്ട്രൽ ഓഫീസർ എന്നുള്ള നിലയിലാണെങ്കിലും ഇത്തരം കാര്യങ്ങൾ നിറവേറ്റപ്പെടുമ്പോൾ അവർ കൃത്യതയോടുകൂടി സത്യസന്ധമായി ഈ കാര്യങ്ങൾ നിറവേറ്റേണ്ടവരാണ്. അവരുടെ ഉത്തരവാദിത്വം അതാണ് എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാവുന്നത്. 1,72,000 വോട്ടുകളുടെ കണക്കുകൾ നേരിട്ട് ഞാൻ കത്ത് മുഖാന്തരം ചീഫ് ഇലക്ടറൽ ഓഫീസർക്കും അദ്ദേഹം അത് കൈപ്പറ്റി എന്നുള്ള റെക്കോർഡ് എനിക്ക് തരികയുണ്ടായി. അതുകൂടാതെ തന്നെ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷണർക്കും കേരളത്തിന്റെ ചുമതലയുള്ള ആളിനെ നേരിട്ട് പോയി ഡൽഹിയിൽ പോയപ്പോൾ നേരിട്ട് പോയി കണ്ട് അത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഡബിൾ വോട്ടിംഗ് വന്നിട്ടുണ്ട് എങ്കിൽ അത് ഒഴിവാക്കണമെന്ന നിർദ്ദേശം താഴേക്ക് വരികയും താഴേക്ക് വന്ന അവസരത്തിൽ അവർ യാതൊന്നും ചെയ്യാതെ മുമ്പോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ സത്യാവസ്ഥ. ഞാൻ അത് നോക്കുന്നില്ല. ഇപ്പൊ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആർക്കും ഉണ്ടാകാം. എനിക്ക് പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് അല്ല, അത് ഞാൻ പറഞ്ഞ പൊതുസ്വഭാവം എന്ന് പറഞ്ഞാല് എനിക്ക് 2 ഇടത്ത് വോട്ടുണ്ടെങ്കിൽ അത് ചെയ്യാൻ പാടില്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ ഇപ്പൊ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. എനിക്ക് വേറെ ഒരിടത്തും എനിക്ക് വോട്ടുണ്ടെങ്കിൽ ഞാനത് ചെയ്യാൻ പാടില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഒരാൾക്കും അവരുടെ അവകാശം നിഷേധിക്കാൻ പാടില്ല. അതുകൊണ്ട് അവകാശം നിഷേധിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ 2-3 വോട്ടുകൾ ചെയ്യാനുള്ള അവകാശം കൊടുക്കുക എന്നുള്ളതല്ല ചെയ്യേണ്ടത്. സർക്കാരുകൾ നിർദ്ദേശം നൽകി ഉദ്യോഗസ്ഥരെ കൂടുതൽ പറഞ്ഞുകൊണ്ടാകും അങ്ങനെ ഏതെങ്കിലും ഒരു വിഭാഗത്തെ മാത്രം അങ്ങനെ അധികമായി ഉൾപ്പെടുത്തിയതാണ് ഒരു പർപ്പസ്ഫുൾ എന്നുള്ളതാണ് ചോദിച്ചത്. ഇല്ല, അത് അവര് പരിശോധിക്കട്ടെ. പരിശോധിക്കാനുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ആശയം ഉന്നയിക്കുന്നത്. ഞങ്ങള് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലൂടെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കും. അടൂർ പ്രകാശിന്റെ ആരോപണം ഇലക്ഷൻ കമ്മീഷനെതിരാണോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരത്തിൽ വോട്ട് ചേർത്തുന്നോ സർക്കാരിനെതിരെ? ഇതിനകത്ത് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞ കാര്യങ്ങൾക്ക് സിഇഒ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എത്ര 389 വോട്ട് മാത്രമാണ് ഡബിൾ വോട്ടിംഗ് എന്നാണ് പത്രത്തിലൂടെ വന്നത്. അത് വായിക്കാനിടയായി. ഞാൻ അദ്ദേഹത്തെ പോയി നേരിട്ട് കണ്ട് ചോദിച്ചതൊന്നുമല്ല. പക്ഷെ അദ്ദേഹം അത് നിരുത്തരവാദപരമായി പറഞ്ഞു എന്നാണ് എന്റെ ഒരു കണ്ടെത്തൽ. കാരണം ഞാൻ ഇത്രയും വോട്ടുകൾ ഉണ്ട് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്താൻ അദ്ദേഹം ബന്ധപ്പെട്ട താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുത്തു. ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു എന്ന് കാര്യമായി പരിശോധന നടത്താതെ അദ്ദേഹം പത്രത്തിലൂടെ വാർത്ത വന്നപ്പോൾ അത് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു വാർത്തയായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത്രയും ആരോപണമാണ് തുടക്കം മുതൽ തന്നെ ഈ ആരോപണം ഉന്നയിക്കുന്നുണ്ടായിരുന്നു ആദ്യമേ തന്നെ. എന്നിട്ട് ഇതുവരെ ഈ നിയമപരമായിട്ട് നേരിടാൻ തയ്യാറാക്കുന്നതുകൊണ്ടാണ് ഒന്നുകിൽ കോടതിയെ സമീപിക്കാം. അല്ല, ദൈവപരമായി ഇപ്പൊ നാളത്തെ വോട്ടേഴ്സ് ലിസ്റ്റ് കൂടെ കെട്ടണ്ടേ? നാളെയാണല്ലോ ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റ് വരാൻ പോകുന്നത്. നാളെ ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റ് വരുന്നുണ്ട്. നിയമപരമായി ഞങ്ങൾ നേരിടണമോ വേണ്ടയോ എന്ന് ഞങ്ങൾ അത് പരിശോധിച്ച് ഞങ്ങൾ തീരുമാനിക്കും. അന്ന് സഞ്ജയ് പറഞ്ഞത് ഈ
ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ മുഴുവൻ വോട്ടർ പട്ടികയും എടുത്ത് പരിശോധിച്ച ശേഷമാണ് ഈ 389 മാത്രമേ ഇരട്ടിച്ചിട്ടുള്ളൂ. അതും പർപ്പസ്ഫുള്ളി ആരും ചേർത്തതല്ല, അത് സ്വാഭാവികമായും വന്ന ഒരു മിസ്റ്റേക്ക് ആണ് എന്നാണ് പറഞ്ഞിരുന്നത്. അത് ആയിക്കോട്ടെ, ഞാന് അതിനകത്ത് നിഷേധിക്കുന്നില്ല. ഏതായാലും 389 വന്നുള്ളൂ. അല്ല, അത് അല്ല എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയാണ് ഈ പറയുന്ന ഞാൻ വോട്ടേഴ്സ് ലിസ്റ്റുമായി ഞാൻ വന്നിട്ടുള്ളത്. അതെ, കഴിഞ്ഞ തവണ ഈ പറഞ്ഞ വോട്ടുകളുടെ കാര്യങ്ങൾ, എട്ട് വോട്ടുകളുടെ കാര്യങ്ങൾ സജീവമായി തീർത്തിരുന്നു. ഇടത് കോട്ടയിൽ വിജയിച്ച് വരികയും ചെയ്തു. കഴിഞ്ഞ ദിവസം BJPയുടെ ഓഫീസ് സെക്രട്ടറിയെന്ന് അവകാശപ്പെട്ട ജയരാജ് കൈമൾ അദ്ദേഹം പറഞ്ഞത് കൈക്കുള്ള വോട്ടുകൾ കണ്ടുപിടിക്കുന്നതിന് അടൂർ പ്രകാശിനെ സഹായിച്ചത് അവരാണ്, അതുകൊണ്ടാണ് ഇത്തരമൊരു വിജയം താങ്കൾക്ക് നേടിയെടുക്കാനായത് എന്നൊക്കെയാണ്. അതിന് ഞാൻ മറുപടി പറയാം. പക്ഷെ ആ മറുപടി പറയുന്നത് നിങ്ങളുടെ ചാനലിലൂടെ വരണം. നിങ്ങളുടെ റിപ്പോർട്ടർ ചാനലിലൂടെ വരുന്നു എങ്കിൽ ഞാൻ മറുപടി പറയാം. ആ മറുപടി നിങ്ങൾ കൊടുക്കുമെങ്കിൽ അത് ആ നികേഷിനോട് വല്ലതും ചോദിച്ചാൽ മതി. ഈ ആള് ഏതാണെന്ന് അദ്ദേഹം കണ്ടെത്തിയ ഒരാളാണല്ലോ ഇപ്പൊ ഈ പറയുന്നത്. ഏതാ എന്താണെന്ന് നമുക്കൊന്നും അറിയില്ല. ഇത്തരം ആളുകളെ ഒന്നും ഞാൻ കൂട്ടുപിടിക്കാനും ഇവരോട് ചോദിക്കാനും ഒന്നും ഞാൻ നടക്കുന്ന ഒരാളല്ല. എനിക്ക് വേറെ ഒരുപാട് ജോലിയുണ്ട്. എന്റെ സ്വഭാവം അതല്ല. അതിപ്പോ പിന്നെ ഈ നികേഷിനോട് ചോദിക്കാൻ പറഞ്ഞ അദ്ദേഹമാണല്ലോ ഇപ്പൊ ഇതിന്റെ ഒരു എന്താ സൂത്രധാരകനായി കണ്ടെത്തൽ ആയി നടക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു. അങ്ങനെ കണ്ടെത്തിക്കൊണ്ടുവന്ന ആളല്ല, അവർ മറ്റൊരാളുമായിട്ട് ഫോണിൽ സംസാരിക്കുന്ന ശബ്ദരേഖയാണ്. അല്ല, ശബ്ദരേഖ പുറത്തു കൊണ്ടുവരട്ടെ. ശബ്ദരേഖ എന്ന് പറഞ്ഞ ആരുടെയും ശബ്ദരേഖ, അടൂർ പ്രകാശിന്റെ ശബ്ദരേഖ ഉണ്ടെങ്കിൽ കൊണ്ടുവരട്ടെ. വെല്ലുവിളിക്കുന്നു. എന്താ അത് പറയരുത്. അടൂർ പ്രകാശിന്റെ ശബ്ദരേഖ ഉണ്ടെങ്കിൽ അത് വരട്ടെ. ഞാൻ വെല്ലുവിളിക്കുന്നു ആ കാര്യത്തിൽ. 2019 LDF-ക്കാരെ ആരോപിച്ചിരുന്നു. ഇപ്പോഴല്ല, ഇപ്പൊ വാർത്ത വന്നിട്ടാണ്. 2019 തന്നെ LDF-ക്കാരെ ആരോപിച്ചിരുന്നു. BJP ആയിട്ട് അടൂർ പ്രകാശൻ. ഇല്ല, അത് എനിക്കറിയില്ല. അത് അവരോട് ചോദിച്ചാൽ മതി. അവര് പറയട്ടെ. അവര് പറഞ്ഞു സ്റ്റേറ്റ്മെന്റ് ഇറക്കി. അത് പറയട്ടെ. നമുക്ക് വന്നു. എനിക്ക് ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം. അടൂർ പ്രകാശിന് BJP-യുമായിട്ട് യാതൊരു ബന്ധവുമില്ല. BJP-യുമായി ബന്ധമുള്ളവർ ആരൊക്കെയാണ് എന്ന് നേരത്തെ തന്നെ മാധ്യമങ്ങളിലൂടെയൊക്കെ വന്നതാണ്. അതിപ്പോ CPM-ഉം BJP-യും തമ്മിൽ എന്തെങ്കിലും ഒരു ബാന്ധവം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് അവർ പുറത്തു പറയട്ടെ. അത് നല്ലതല്ലേ? അത് ജനങ്ങളോട് അറിയണമല്ലോ. CPM-ന്റെ ബന്ധമല്ല, അടൂർ പ്രകാശിന് അത്തരത്തിലൊരു BJP നേതാവിന്റെ പിന്തുണ ലഭിച്ചുവെന്ന് 2019 ലഭിച്ചുവെന്ന ഓഡിയോ ആണ് വരുന്നത്. അതിനകത്ത് കൃത്യമായി കാരണം പറയുന്നത് ശോഭാ സുരേന്ദ്രൻ അവിടെ മത്സരിക്കുമ്പോൾ ശോഭാ സുരേന്ദ്രനെ തോൽപ്പിക്കുവന്നത് വി മുരളീധരന്റെ ആവശ്യമായിരുന്നു. അതുകൊണ്ട് അടൂർ പ്രകാശിന് വോട്ട് മത്സരിച്ചത്. അത് വി മുരളീധരനും ശോഭാ സുരേന്ദ്രനും തമ്മിലുള്ള ഈ പടൽപ്പിണക്കത്തിൽ എന്നെ എന്തിനാ ഇതിനകത്ത് വലിയാടാക്കുന്നത്? എന്നെ കക്ഷിയാക്കേണ്ട കാര്യമുണ്ടോ? അവര് തമ്മിൽ ഇപ്പോഴും കാണുമായിരിക്കും. ശോഭാ സുരേന്ദ്രൻ ഇപ്പൊ ആലപ്പുഴ മത്സരിക്കുന്നുവെങ്കിലും അത് ഒരുപക്ഷെ ഇവിടെ മത്സരിക്കുന്ന വി മുരളീധരനാവുമ്പോ അവര് തമ്മിലുള്ള പടൽപ്പിണക്കം കാണും. അത് കുറേശ്ശെ പുറത്തു വരുമ്പോഴേ ഇതൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ. ഈ ജയരാജ് കൈമളിനെ താങ്കൾക്ക് അറിയില്ല? എനിക്കറിയില്ല. ഏതാ ജയരാജ് കൈമൾ? ഇന്നലെ ഈ റിപ്പോർട്ടർ ചാനലിൽ എന്നോട് ചോദിച്ചു എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ആ റിപ്പോർട്ടർ ചാനലിൽ ഇതിനകത്ത് ഈ പിന്നെ ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ആളാണല്ലോ നികേഷ്. അതുകൊണ്ടാണ് ഞാൻ നികേഷിനോടൊന്ന് ചോദിക്കണമെന്ന് പറഞ്ഞത്. LDF-ഉം UDF-ഉം തമ്മിലാണ് പോരാട്ടം. ഒരു സംശയമില്ല. UDF-ഉം LDF-ഉം തമ്മിൽ തന്നെയാണ് പോരാട്ടം. മറ്റൊരു ആരോപണം താങ്കൾക്കെതിരെ വരുന്നത് ഈ ആറ്റിങ്ങൽ ഹൈവേയുമായി ബന്ധപ്പെട്ട് അതിന്റെ അവകാശി താനാണ് കൊണ്ടുവന്നതെന്നൊരു അവകാശവാദം ഉന്നയിച്ച് ഫ്ലക്സുകൾ വെക്കുന്നതാണ്. അത് ദേശീയപാത പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കിയ ഒരു പദ്ധതി, കുറെ കാലമായി നടക്കാതെ ഒരു പദ്ധതി. ഇപ്പൊ താങ്കളുടെ ഇടപെടലാണ് എന്ന് അവകാശവാദം മാത്രമാണ് എന്നാണ് LDF ഉന്നയിക്കുന്നത്. അല്ല, LDF അല്ല ഉന്നയിക്കുന്നുള്ളൂ, വേറെ ആരും ഉന്നയിക്കുന്നുണ്ടല്ലോ. ഏതായാലും അടൂർ പ്രകാശ് ഒരിടത്ത് പോലും പിന്നെ ഇത് ഞാൻ കൊണ്ടുവന്നു പറഞ്ഞ് എന്റെ ഫ്ലക്സ് ഒന്നും വെച്ചിട്ടില്ല. വെച്ചിട്ടുള്ള ആളുകളോട് ചോദിച്ചാൽ അവരത് പറയും. ഒരു കാര്യം ഞാൻ പറയാം. 2019 ഞാൻ MP ആയി എല്ലാവരും കൂടി തെരഞ്ഞെടുത്തു. 2019 ഞാൻ MP ആയി വരുന്ന അവസരത്തിൽ തന്നെ അന്ന് ദേശീയപാതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥലം ഏറ്റെടുപ്പ് അതിന് 3A നോട്ടിഫിക്കേഷൻ നടക്കണം. ആ 3A നോട്ടിഫിക്കേഷൻ നടത്തി കഴിഞ്ഞാൽ ഒരു വർഷക്കാലത്തിനുള്ളിൽ 3D നോട്ടിഫിക്കേഷനിലേക്ക് പോകണം. അങ്ങനെ 3D നോട്ടിഫിക്കേഷനിലേക്ക്
പോകാൻ കഴിയാതെ പോയി എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ 4 തവണ ആറ്റിങ്ങലിലെ പിന്നെ ഈ ബൈപ്പാസ് ഉൾപ്പെടെയുള്ളത് നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്തത്. അതിന് ശേഷമാണ് ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാ, കേൾക്കണേ. അപ്പൊ അതിനുശേഷമാണ് 2000 ജൂൺ മാസം 24, 25 ആണെന്ന് എന്റെ ഒരു ഓർമ്മ. ഇവിടെ തെരഞ്ഞെടുത്തു എങ്കിലും 1 മാസത്തിന് ശേഷമാണ് പാർലമെന്റ് വിളിച്ചു കൂട്ടുന്നത്. പാർലമെന്റ് വിളിച്ചു കൂട്ടിയതിന് ശേഷമാണ് അവിടെ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അപ്പൊ സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം എംപിമാർക്ക് ആദ്യമൊന്നല്ല, എംപിമാർക്ക് അവരവരുടെ നിയോജകമണ്ഡലത്തിലുള്ള വിഷയങ്ങൾ അവതരിപ്പിക്കാനുള്ള അവസരം കിട്ടും. ആകെ 20 പേർക്കേ കിട്ടത്തുള്ളൂ ഒരു ദിവസം. ആ 20 പേരിൽ ഒരാളായി ഞാൻ കൊടുത്ത നോട്ടീസ് അനുസരിച്ച് 20 പേരിൽ ഒരാളായി ഞാൻ വന്ന് ഞാൻ കാര്യങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായി. അവതരിപ്പിച്ച അവസരത്തിൽ സാധാരണഗതിയിൽ ഇവിടെ ഉള്ളതുപോലെയല്ല, സംസ്ഥാന മന്ത്രിമാർ അപ്പം തന്നെ മറുപടി പറയാറില്ല. അല്ല, ഇവിടെ മറുപടി പറയുന്ന പോലെ കേന്ദ്രത്തിൽ മന്ത്രിമാർ പിന്നീട് 10-15 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അതിന് മറുപടി തരുന്നത്. അങ്ങനെ മറുപടി തന്നപ്പോൾ സത്യത്തിൽ ഒരു നിരാശാജനകമായ ഒരു മറുപടിയാണ് കിട്ടിയത്. അത് ബഹുമാനപ്പെട്ട നിതിൻ ഗഡ്കരി ആണ് ആ മറുപടി തന്നത്. അദ്ദേഹം അത് മറുപടി തന്നപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഇന്ന കാരണങ്ങൾ കൊണ്ട് ഞാൻ ആവശ്യപ്പെട്ടത് എന്ന് വെച്ചാൽ ഞാനെന്ന് ആവശ്യപ്പെട്ടത് എങ്ങനെയെങ്കിലും ഇത് നഷ്ടപ്പെടാതെ 3D നോട്ടിഫിക്കേഷനിലേക്ക് പോകണം. പോയി കഴിഞ്ഞാൽ അതിനൊരു കാലതാമസം ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ളത് കൊണ്ടാണ് ആവശ്യപ്പെട്ടത്. ഇന്ന കാരണങ്ങൾ കൊണ്ട് അത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞ് എനിക്ക് കത്ത്, ആ കത്തൊക്കെ എന്റെ കൈവശമുണ്ട്. അപ്പൊ അതിനുശേഷം വീണ്ടും ഞാൻ അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോയി അദ്ദേഹത്തെ നേരിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നിർബന്ധമാണ് എന്നുണ്ടെങ്കിൽ പുതിയതായി 3A നോട്ടിഫിക്കേഷൻ നടത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കാം. ആ നടപടികൾ സ്വീകരിക്കുന്നതിന് MP എന്നുള്ള നിലയിൽ എഴുതി തന്നാൽ കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ എഴുതി കൊടുത്ത അനുസരിച്ചാണ് 3A നോട്ടിഫിക്കേഷൻ വീണ്ടും വരികയും അത് 3D നോട്ടിഫിക്കേഷനിലേക്ക് പോവുകയും ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോ സംസ്ഥാന സർക്കാർ അന്ന് കൊടുക്കാമെന്ന് പറഞ്ഞ ഫണ്ട് സംസ്ഥാന സർക്കാരും അതിനകത്ത് അവരുടെ വിഹിതം കൊടുത്തു. ആ വിഹിതം കൂടി കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ കടമ്പാട്ടുകോണം മുതൽ കഴക്കൂട്ടം വരെയുള്ള നാഷണൽ ഹൈവേ റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള കാര്യങ്ങൾ പിന്നെ നടപടിയിലേക്ക് പോയി. അത് കൂടാതെയാണ് ബൈപ്പാസ് വന്നത്. അപ്പൊ പിന്നെ ആരാണ് അതിന്റെ പുറയിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചതെന്ന് നിങ്ങളെ പോലെയുള്ള ആളുകൾക്ക് കൂടി മനസ്സിലാക്കാൻ കഴിയും. ഇതിൽ പ്രധാനമായും നടപ്പിലാക്കാതിരിക്കാൻ പറഞ്ഞ മറുപടി എന്തൊക്കെയായിരുന്നു? ഏത് ഗഡ്കരി തന്ന മറുപടിയിൽ പ്രധാനമായും ഇത് നടപ്പിലാക്കാൻ കഴിയാത്തതിന്റെ തടസ്സം എന്തായിരുന്നു? ഇല്ല, 3D നോട്ടിഫിക്കേഷനിലേക്ക് പോയില്ല എന്നുള്ളത്. 3A നോട്ടിഫിക്കേഷൻ നടത്തി. അത് നടത്തിയെങ്കിലും 1 വർഷക്കാലത്തിനുള്ളിൽ തന്നെ 3D നോട്ടിഫിക്കേഷനിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അത് പോയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് അത് നഷ്ടപ്പെട്ടത്. ഇതിനോടൊപ്പം തന്നെ ഒരു പ്രശ്നമുള്ളത്, ഈ വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിങ്ങുമായി ബന്ധപ്പെട്ട് ഭൂമി ഏറ്റെടുത്തായിരുന്നു 40%. പക്ഷെ അവർക്ക് ഇതുവരെയായിട്ട് അതിന്റെ നഷ്ടപരിഹാരം കൊടുത്തിട്ടില്ല. അത് കാരണം ഈ തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കും എന്നാണ് അവിടെയുള്ള നാട്ടുകാർ പറയുന്നത്. ഒരു സ്ഥാനാർത്ഥികൾ അവരെ കണ്ടു ഒന്നും പറഞ്ഞിട്ടില്ല, സംസാരിച്ചിട്ടില്ല എന്നുള്ള പരാതി അവർ ഉന്നയിക്കുന്നു. ഈ വിഴിഞ്ഞം ഔട്ടർ റിംഗ് റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറേയിടത്ത് ഭൂമി ഏറ്റെടുക്കുകയും മറ്റും ചെയ്തിട്ടുണ്ട്. ആ ഭൂമി ഏറ്റെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഇതിനകത്ത് നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ധാരണ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ അത് നിശ്ചിത വിഹിതം സംസ്ഥാന സർക്കാർ കൊടുക്കണം. അത് കൊടുത്തു എങ്കിൽ മാത്രമേ അവർക്ക് ഈ വിഴിഞ്ഞം ഔട്ടർ റിംഗ് റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഭൂമിയുടെ പണം കൊടുക്കാൻ കഴിയുന്നുള്ളൂ. ഇവരിൽ പല ആളുകളെ എന്നെ വന്ന് കാണുകയുണ്ടായി. കണ്ടതനുസരിച്ച് ഞാൻ പാർലമെന്റിൽ വിഷയം ഉന്നയിക്കുക മാത്രമല്ല, നിതിൻ ഗഡ്കരി എന്ന് പറയുന്ന മന്ത്രിയുമായി നേരിട്ട് ചർച്ച നടത്തുകയുണ്ടായി. അദ്ദേഹം അന്ന് തന്നെ പറഞ്ഞത്, സംസ്ഥാന സർക്കാർ ഏറ്റിട്ടുള്ള പണം നൽകാൻ തയ്യാറായാൽ ആ നിമിഷം ഞങ്ങൾ പണം കൊടുക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ് പിന്നെ അറിയിച്ചിട്ടുള്ളത്. അത് ഞാൻ എന്നെ വന്ന് കണ്ടിട്ടുള്ളവരും അതിന് സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേതൃത്വം കൊടുക്കുന്ന ആളുകളെയും നേരിട്ട് ഞാൻ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഉന്നയിക്കുന്ന കാര്യം ഈ
പറയുന്ന എല്ലാ പ്രമാണവും ഡോക്യുമെന്റ്സ് എല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് കാരണം ഇവർക്ക് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയൊന്നും അവരുടെ ഭൂമി ഒന്നും ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ആരെങ്കിലും എന്തെങ്കിലും ഉറപ്പ് കൊടുക്കാതെ തങ്ങൾ എന്തിനാണ് ഈ പറയുന്ന തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാകുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത്. ഇല്ല, ആ പറയുന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പ് കൊടുക്കാൻ പറ്റൂ? പണം അടൂർ പ്രകാശ് കൊടുക്കാമെന്ന് ഉറപ്പ് കൊടുക്കാൻ പറ്റൂ? ഇതിനകത്ത് ഉള്ള അങ്ങ് പറയുന്ന ചോദിക്കുന്ന ഒരു ചോദ്യം പ്രധാനപ്പെട്ടതാണ് എന്ന് എനിക്കറിയാം. ഇവരിൽ പല ആളുകളും ഇവരുടെ ഭൂമി നഷ്ടപ്പെടുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ വേറെ ഭൂമി വാങ്ങുവാനും കെട്ടിടം സഹിതം വാങ്ങുന്നതിനുള്ള അഡ്വാൻസ് സഹിതം കൊടുത്തിട്ടുള്ള നിരവധി ആളുകളാണുള്ളത്. അതിന്റെ കാലാവധി പോലും കഴിയുകയാണ്. അപ്പൊ ആ കാലാവധി കഴിയുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അവർക്ക് ആ പണം അവർ അഡ്വാൻസ് കൊടുത്തിട്ടുള്ള പണം പോലും നഷ്ടപ്പെടുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസരം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് വീണ്ടും പലവട്ടം ഈ കാര്യത്തിൽ ഇടപെടുകയും കാര്യങ്ങൾ മുമ്പോട്ട് പോകണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്ത് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് സംസ്ഥാന സർക്കാർ ഇതിൽ നിന്ന് പിന്നോക്കം പോകുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പണം കൊടുക്കാതെ ഇപ്പോ മുമ്പോട്ട് പോകുന്നു. അപ്പൊ ഇതിന്റെ ഒരു പ്രിന്റ് ഔട്ടും ഇതിന്റെ ഈ കണക്കുകളും മറ്റു കാര്യവും നിങ്ങൾക്ക് ഇപ്പൊ വിതരണം ചെയ്യുന്നതാണ്.